ഹായ്, ഞാൻ ചിത്ര. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഭാനു ചിത്ര. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എഗ് സ്പ്രിംഗ് റോളാണ്. നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പറ്റൈസറാണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് സ്പ്രിംഗ് റോൾ ഷീറ്റ്സ് ആണ്. ഇത് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഫ്രീസർ സെക്ഷനിലായിട്ടാണ് ഉണ്ടാവുക. ഇത് നമുക്ക് എപ്പോഴാണ് നമ്മൾ സ്പ്രിംഗ് റോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 40 minutes എങ്കിലും മുന്നേ എടുത്ത് ഫ്രീസറിൽ നിന്ന് തോ ചെയ്യാൻ വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഷീറ്റ്സ് ആയിട്ട് ഇതിനെ പൊട്ടിച്ചെടുക്കാം. കണ്ടോ? പക്ഷേ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനൊരു നാപ്കിൻ നനച്ചിട്ട് അതിൻ്റെ മുകളിലുണ്ട്, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. അതിനാണ് ഞാനിതിപ്പോൾ കവർ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇത് റൈസ് നൂഡിൽസാണ്. നമുക്ക് സാധാരണ എല്ലാ സ്റ്റോറിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് പല കനത്തിൽ കിട്ടും. ഞാൻ അത്യാവശ്യം കനമുള്ളതാണ് ഇത് എടുത്തേക്കുന്നത്. കട്ടി കുറഞ്ഞതാണെങ്കിൽ പെട്ടെന്ന് വേവും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സ്പ്രിംഗ് ഓണിയൻ ആണ്. സ്പ്രിംഗ് ഓണിയൻ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തേക്കുവാണ്. ഇത് ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്, ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്, ബ്ലാക്ക് പെപ്പർ പൗഡർ, സോയാ സോസ്, ചില്ലി ഗാർലിക് സോസ്, എഗ്ഗ്, പിന്നെ സോൾട്ട് ആവശ്യത്തിന്, പിന്നെ കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ. ഞാൻ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. ആദ്യം നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കാം. സ്പ്രിംഗ് റോളിനുള്ള ഇനി ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കാറാകുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് ഉപ്പിട്ടിട്ട് നൂഡിൽസ് ഇടാനകത്തേക്ക്. ഇപ്പം നൂഡിൽസ് വെന്തിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്തിട്ട് അടുത്ത് തന്നെ ഊറ്റിയെടുക്കാം. നല്ലൊരു അരിപ്പയിൽ നമുക്കൊന്ന് നല്ല സീവ് ഉണ്ടല്ലോ, അതിലേക്ക് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് അലമ്പി എടുത്താൽ മതി. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് വെജിറ്റബിൾസ് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ വെജിറ്റബിളായിട്ട്, അത് ചൂടാകുമ്പോൾ നമുക്ക് ഓരോരോ വെജിറ്റബിളായിട്ട് ഇട്ട് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇടാം. ആദ്യം കൂടുതൽ വേവണ്ട വെജിറ്റബിൾസ്, നമുക്കൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിനകത്തേക്ക് സ്പ്രിംഗ് ഓണിയൻ കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ സ്റ്റേജിൽ എന്താണെന്ന് വെച്ചാൽ സ്പ്രിംഗ് ഓണിയൻ വാടണ്ട, നമുക്കൊന്ന് കടിക്കുന്ന പോലെ വരണമല്ല. ഒരു 2 മിനിറ്റ് അത് കഴിയുമ്പോഴേക്കും നമുക്ക് സോസ് ആഡ് ചെയ്യാം. ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഞാനൊരു കുറച്ച് ഇട്ടിട്ടുള്ളൂ, കാരണം നമ്മളിനി സോസസ് ആഡ് ചെയ്യും, അപ്പം അതിൻ്റെയൊക്കെ ഉപ്പ് വരും. ഈ സമയത്ത് നമുക്ക് സോയ സോസ് ആഡ് ചെയ്യാം. ഞാൻ ഒരു ടേബിൾ സ്പൂണ് സോയ സോസ് ആഡ് ചെയ്യുന്നുള്ളൂ. ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ. ഇത് ചില്ലി ഗാർലിക് സോസാണ്, 1 ടേബിൾ സ്പൂൺ. കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച്. കാരണം എരിവ് ആവശ്യമനുസരിച്ച്. ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നത്
അതുപോലെ എല്ലാവരുടെ എരിവ് അനുസരിച്ച് ആഡ് ചെയ്താൽ മതി. എനിക്ക് കുറച്ച് മുന്നേ എരിവ് വെക്കണത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചിട്ടു, കൂടുതലിട്ടു എന്ന് മാത്രം. നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നമുക്കിതിനെ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് എഗ്ഗിനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നമുക്ക് ഇത്ര മതി. ഞാനിപ്പോൾ എഗ്ഗ് സ്ക്രാമ്പിളിന് വേണ്ടിയിട്ട് എഗ്ഗ് പൊട്ടിച്ചിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്യുക ഫോർക്ക് കൊണ്ട്. എന്നിട്ട് ഇപ്പം അതിൻ്റെ എണ്ണ തന്നെ ബാക്കിയുണ്ട്, സോസസ് കൂടി, അത് ഞാൻ കളഞ്ഞിട്ടില്ല. ആ എണ്ണ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പം തൽക്കാലം ആവശ്യമുള്ള എണ്ണയുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇടാൻ പോവാണ്. മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കേണ്ടത്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പെപ്പർ പൗഡർ, ഉപ്പും ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. ഇപ്പോൾ സ്ക്രാമ്പിൾ ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ്, ഒരു അര ടീസ്പൂൺ ഉപ്പ്, കുറച്ച് പെപ്പർ പൗഡർ, നന്നായിട്ട് മിക്സ് ചെയ്യാനേ. ഇത് സ്ക്രാമ്പിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വെജിറ്റബിൾസ് ഇട്ടു, ബാക്കി നൂഡിൽസും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് എല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ഉപ്പ്, ഒരു എരിവ് എല്ലാം നോക്കണം. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ എല്ലാം എനിക്ക് ആവശ്യമുള്ളതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സ്പ്രിംഗ് റോൾ ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ഞാൻ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്പ്രിംഗ് റോളിനെ നമുക്ക് ഇതിനെ റോൾസ് ആക്കി എടുക്കാം. അപ്പോൾ അതിന് ഞാൻ ഓരോരോ ഷീറ്റായിട്ട് എടുക്കുകയാണ്. ഇതേപോലെ ആയിരിക്കും ഷീറ്റ്. നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മുടെ ഫില്ലിങ് എത്രയാണെന്ന് വെച്ചാൽ കൂടുതൽ എടുക്കണ്ട, നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ റോൾ ചെയ്തെടുക്കാൻ ആവശ്യമുള്ളത്. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ വച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇനി ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങനെ റോൾ ചെയ്യുക, ടൈറ്റ് ആക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നും നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഇതുപോലെ ഇവിടെ നിന്ന് മടക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഇവിടെ ടൈറ്റ് ആക്കി കൊണ്ടുവരണം. എന്നിട്ട് ഞാനിത് മൈദ ഒരു ടേബിൾ സ്പൂൺ, ഒരു ടീസ്പൂൺ മൈദ ഞാൻ ഒരു 1.5 ടീസ്പൂൺ വെള്ളം ചേർത്ത് ഞാനൊന്ന് കലക്കി എടുത്തേക്കുന്നതാണ്. ഇത് നമ്മൾ എന്തിനാന്ന് വെച്ചാൽ ഇത് ഈ എൻഡ് നമുക്ക് പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണത്. നമ്മളിതിങ്ങനെ വെച്ചിട്ട് ഇത് ചേർത്ത് ഒട്ടിക്കുക. ഇത് പോവില്ല. ബാക്കിയെല്ലാം ഇതേപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ സ്പ്രിംഗ് റോൾസിൻ്റെ എല്ലാം ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ വെജിറ്റബിൾ ഓയിൽ ഫ്രൈങ് പാനിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് വറുത്തെടുക്കാം.
ഇതൊരു ഗോൾഡൻ ബ്രൗൺ രണ്ട് സൈഡിലും ആവണം, അത്ര മതി. കാരണം ഉള്ളിലുള്ള വെജിറ്റബിൾസ് ഒക്കെ എല്ലാം വെന്ത് കഴിഞ്ഞല്ലോ, അപ്പം വേറെ ഒന്നും ചെയ്യാനില്ല. രണ്ട് സൈഡും ബ്രൗൺ ആക്കി എടുക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്, നമുക്കതിനെ എടുക്കാം. ഇപ്പോൾ നമ്മൾ സ്പ്രിംഗ് റോൾ ചെയ്ത് കഴിഞ്ഞല്ലോ, അതിന് ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്വീറ്റ് സോസ് ഉണ്ടാക്കണം. സ്വീറ്റ് ചില്ലി സോസാണിത്. ഇതിന് നമുക്കിഷ്ടമുള്ള പോലെ നമുക്ക് അതിൻ്റെ സ്വീറ്റ്നെസ്സും അല്ലെങ്കിൽ സ്വീറ്റ്നെസ്സും എരിവും നമുക്കിഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഈക്വൽ എന്നുള്ള അളവിലാണ് എടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കണം. ആദ്യം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, വളരെ കുറവ് ഓയിൽ ഒഴിക്കാവൂ സോസിന്, അല്ലെങ്കിൽ നമ്മൾ സോസായി വരുമ്പോൾ അത് തെളിഞ്ഞു വരും ഓയിൽ. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഇത്ര ഓയിലേ ഒഴിച്ചിട്ടുള്ളൂ. ഇതിനകത്തേക്ക് ഞാൻ ചില്ലി ഗാർലിക് സോസ് ഒഴിക്കുകയാണ്. ഒരു മീഡിയമിൽ നമുക്ക് വയ്ക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഞാൻ സ്വീറ്റ്നെസ്സിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്ന ഹണിയാണ്. നമുക്ക് അല്ലെങ്കിൽ ഒന്നുകിൽ കോൺ സിറപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഷുഗറിനെ നമ്മൾ പഞ്ചസാര പാനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഹണിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യില്ല, അവസാനമേ ആഡ് ചെയ്യുള്ളൂ. ഇതിനെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം നമുക്കിപ്പോൾ. കാരണം ഇതിന് കുറച്ച് വെള്ളമയമുണ്ട്, അത് നന്നായിട്ട് പോകണം. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സോസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മേത്തേക്ക് തെറിക്കും ഇത് ഡ്രൈ ആയിട്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സോസ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ചില്ലി കുറച്ച് മുന്നിൽ, പിന്നെ സ്വീറ്റ്നെസ് അതിൻ്റെ പുറകിൽ എന്നുള്ള മട്ടിലാണ്. ഈക്വൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇത് വറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇത് ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഹണി ആഡ് ചെയ്യാം. സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്പ്രിംഗ് റോളിൻ്റെ കൂടെ സെർവ് ചെയ്യാം. സ്പ്രിംഗ് റോളും സോസും റെഡി ആയിട്ടുണ്ട്. ഇത് വൈകിട്ടൊരു നമുക്കൊരു സ്നാക്കായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഒരു ആപ്പറ്റൈസറായിട്ട് കഴിക്കാൻ വളരെ നല്ലതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.